കാണാൻ മഹാബലി തമ്പുരാൻ എത്തുന്ന ദിവസത്തിലേക്ക് ഇനി ഒരാഴ്ച കൂടിയുണ്ട്. വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങുമ്പോഴേക്കും കേരളത്തിലെ ക്യാമ്പസുകൾ കുരവയിട്ടു. ക്യാമ്പസുകളിലെ ഓണാഘോഷം കണ്ടാൽ തിരുവോണം ഇങ്ങ് എത്തും മുൻപേ മാവേലി കേരളത്തിലെത്തിയെന്ന് തോന്നും. കസവ് സാരിയണിഞ്ഞ് മുല്ലപ്പൂ ചൂടിയ പെൺകുടികൾ, അലയടിക്കുന്ന തിരുവാതിര ശീലുകൾ, പാഠപുസ്തക ചൂട് തിരുവാതിര കളിയിലേക്കും ഓണപ്പാട്ടുകൾക്കും വഴിമാറി. മോഡേൺ ഡ്രസ്സുകളിൽ നിന്ന് പെട്ടെന്ന് ക്യാമ്പസിന് ഗ്രാമീണ ചന്തം. ഓണത്തിനായി ചുരിദാറും ജീൻസും ടോപ്പും വിട പറയുകയും സെറ്റ് മുണ്ടുകൾ ക്യാമ്പസിലേക്ക് വിരുന്നെത്തുകയും ചെയ്തു. ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കോളേജിലെ ഓണാഘോഷത്തിനായി മാത്രം കോടി മുണ്ടുകൾ വാങ്ങിക്കുകയും ലോ വേസ്റ്റുകൾക്ക് വിട നൽകുകയും ചെയ്തു. ഓണാവധിക്കായി മിക്ക കോളേജുകളും ഇന്ന് അടച്ചു. തിരുവോണം കഴിഞ്ഞ് മിക്ക കോളേജുകളിലും ഇനി ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കലാലയങ്ങൾ തിരുവോണത്തിന് മുൻപേ ഓണം ആഘോഷിച്ചു. പഴയൊരു ഓളമൊന്നും ഓണത്തിനില്ല. നമ്മുടെ സ്കൂളിലൊക്കെ ആഘോഷിച്ച ഓണത്തിന്റെ ഒരു ഓളമൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഓണത്തിന് ചെറിയൊരു മദ്യച്ചായ ഉണ്ട്. സാധാരണ കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന പോലെ ബീവറേജിന്റെ ഒപ്പം ഇവിടെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ പോവാണ്. എറണാകുളം ലോ കോളേജിൽ പുതിയ തലമുറയ്ക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കുചേരാൻ ക്യാമ്പസിലെ ഏറ്റവും പ്രായമേറിയ വിദ്യാർത്ഥിനിയും എത്തിയിരുന്നു. ഇതുപോലെ ഒരു കോളേജ് ക്യാമ്പസില് ഇതുപോലെ തലമുറ എനിക്ക് 60 വയസ്സ്, ഈ കുട്ടിക്ക് 40 വയസ്സ്, 40 ഇല്ല കേട്ടോ, 30 ഉള്ളൂ, സോറി. അങ്ങനെ പല പ്രായത്തിലുള്ളവർ, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഞങ്ങൾക്ക് കൂടി ഉണ്ട്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ അണുകുടുംബങ്ങൾ വന്നത് പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു പഴയ ഓർമ്മകൾ നമുക്കുണ്ടാവുന്നുള്ളൂ. ക്യാമ്പസ് മുല്ലപ്പൂവിന്റെയും പുത്തൻ പുടവകളുടെയും മണം കൊണ്ട് നിറഞ്ഞു. ആദ്യമായി സാരി ഉടുത്തതിന്റെയും മുണ്ടുടുത്തതിന്റെയും സന്തോഷത്തിലാണ് പലരും. എന്നിരുന്നാലും പൂക്കളും പുടവയും ഇല്ലാതെ എന്ത് ഹാപ്പി ഓണം. കൂട്ടിന് സദ്യയും പായസവും, നാടൻ പാട്ടുകളും ഓണപ്പാട്ടുകളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഏതൊരു മലയാളിയുടെ മനസ്സിലും ഓണം ഗൃഹാതുരത്വമുണർത്തുന്ന അവസരം കൂടിയാണ്. ക്യാമ്പസിലെ യുവതലമുറ ഓണം ആഘോഷിച്ചപ്പോൾ അധ്യാപകർക്കും മാറി നിൽക്കാനായില്ല. അങ്ങനെ തിരുവോണത്തിന് ഒരു വാരം മുമ്പേ ക്യാമ്പസ് ഓണം ആഘോഷിച്ചു. ഇനി ശുഭപ്രതീക്ഷയോടെ അടുത്ത ആഘോഷത്തിനുള്ള കാത്തിരിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.